ഞങ്ങൾ രാവിലെ റെഡിയായി ഇറങ്ങാണ്. ഞാനും അപ്പവും വാവയും മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. അമ്മയും ശ്രീകുട്ടിയും ഞങ്ങളെ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു കേട്ടോ. നിങ്ങൾക്ക് ക്യാപ്ഷൻ കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണില്ലല്ലേ? അന്നക്കുട്ടിയുടെ കാത് കുത്തിലാണ് ഈ കമ്മലാണ് കേട്ടോ ഇടുന്നത്. അവൾക്ക് നൂലുകെട്ട് ഗിഫ്റ്റ് കിട്ടിയത്. ഞങ്ങൾ നേരെ ഭീമയിലേക്കാണ് പോകുന്നത്. എന്ത് തിരക്കാണെന്നോ ഭീമയിൽ. അപ്പോൾ ഞങ്ങൾ എത്തി. ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അമ്മയ്ക്ക് ഇന്ന് റിവ്യൂ ആയിരുന്നു. അമ്മയും ശ്രീയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തേ. ചിരിച്ചിരിക്കുന്ന അന്നക്കുട്ടി അടുത്ത നിമിഷം കരയാൻ പോവാണ് കേട്ടോ. എനിക്ക് ആകെ ടെൻഷനായി പോയി. അന്നക്കുട്ടി നന്നായിട്ട് ശ്വാസം പിടിച്ച് കരയുന്ന വാവയാണ് കേട്ടോ. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവൾ ശ്വാസം പിടിച്ച് കരഞ്ഞില്ല, പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൾ കുത്തി കഴിയും വരെ എനിക്ക് ആകെ ഒരു വെപ്രാളവും പരവേശമൊക്കെ ആയിരുന്നു. കുത്തി കഴിഞ്ഞും കുറേ നേരം ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഏങ്ങി ഏങ്ങി കരയായിരുന്നു. ഭാഗ്യത്തിന് ശ്വാസം പിടിച്ച് കരഞ്ഞില്ല. അത്രയൊരു ആശ്വാസം തോന്നി എനിക്ക്. കുറച്ച് നേരം കൊണ്ടു നടന്നതിന് ശേഷമാണ് കേട്ടോ ആളൊന്ന് കാമായത്. ഗൺ ഷോട്ട് ചെയ്താൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് നീഡിൽ വെച്ച് തന്നെയാണ് നമ്മൾ കുത്തിയത്. കരയുന്ന പൊന്നുവിനെ എന്താ ചേട്ടൻ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ചേട്ടൻ്റെ ഒഴിവാണ്. ചേട്ടൻ ഇന്ന് കാത് കുത്തുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ ഈ കൂട്ടക്കുത്തൽ പറഞ്ഞത്. അപ്പൂന് ഗൺഷോട്ടാണ് ചെയ്തത്, അല്ലാതെ അവൻ കാതുകുത്താനായിട്ട് ഇരിക്കില്ല. അപ്പോൾ അടുത്തത് ശ്രീയുടെ ഒഴിവാണ്. ശ്രീയെ ബുഗാഡിയാണ് കേട്ടോ കുത്തിയത്. ഓൾറെഡി സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ തേർഡ് കുത്താൻ പോവാണ് കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുത്തുമ്പോൾ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ക്ഷമയും കാംനെസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുത്തിയപ്പോൾ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പ്രേ അടിച്ചിട്ടാണ് അവർ കുത്തുന്നത്, എന്നാലും വേദന ഉണ്ടായിരുന്നു. കാത് കുത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയുള്ളൂ. ബൈ.